ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഫ്രീ ആയി ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാം, അതും വെറും 5 മിനിറ്റ് കൊണ്ട്. അതിനാണ് ഫയർബേസ് ഹോസ്റ്റിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് വിത്ത് SSL സെക്യൂരിറ്റി ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ നേരെ ഫയർബേസിൻ്റെ കൺസോളിലേക്ക് പോവുക. ഇതിൻ്റെ URL ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. സോ നിങ്ങൾക്ക് നേരെ ഫയർബേസിൻ്റെ കൺസോളിൽ പോയിട്ട് ഒരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നേരെ ഫയർബേസിൻ്റെ കൺസോളിൽ പോകുന്നു, ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ് കൊടുക്കുന്നു. തൽക്കാലം നമുക്ക് ടെസ്റ്റ് പ്രോജക്റ്റ് എന്ന് കൊടുക്കാം. എന്താണ് നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ പേര് അത് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഇതൊക്കെ ജസ്റ്റ് കണ്ടിന്യൂ അടിച്ച് കൊടുക്കുക. അക്കൗണ്ട് സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക. ഇത് ഫിനിഷ് ആയി കഴിഞ്ഞാൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് ഫ്ലട്ടർ വെബ് ഉപയോഗിച്ചാണ്. നിങ്ങൾ ഏത് പ്രോജക്റ്റിലാണോ വർക്ക് ചെയ്യുന്നത് അത് വെച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ആംഗുലാറോ റിയാക്റ്റോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്സ് ഒക്കെ സെയിം ആയിരിക്കും. നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന സ്റ്റെപ്സും ഹോസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്സ് ഒക്കെ സെയിം ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മുടെ പ്രോജക്റ്റ് റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ അടിക്കുക. ഇതാണ് നമ്മുടെ ആ പ്രോജക്റ്റിൻ്റെ കൺസോൾ പേജ്. നമ്മളിവിടെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ബിൽഡിൻ്റെ അകത്ത് ഹോസ്റ്റിംഗ് എന്ന് കാണാൻ പറ്റും. ഇതാണ് ആക്ച്വലി നമ്മുടെ ഹോസ്റ്റിങ്ങിൻ്റെ ഡാഷ്ബോർഡ്. ഇവിടെ ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. ഫസ്റ്റ് നിങ്ങൾ ഈ ഫയർബേസിൻ്റെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പോൾ എൻ്റെ ലാപ്ടോപ്പിലാണെങ്കിൽ അത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ഈ സ്റ്റെപ്പ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നതാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, നേരെ ഒരു ഫ്ലട്ടർ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്ന IDE എന്ന് പറയുന്നത് IntelliJ ആണ്. ഇതിൻ്റെ അകത്ത് പോകുന്നു, ന്യൂ പ്രോജക്റ്റ് കൊടുക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഫ്ലട്ടർ പ്രൊജക്റ്റ് ആണ്. സോ ഞാൻ ടെസ്റ്റ് പ്രോജക്റ്റ്, ഓക്കെ, മൈ ടെസ്റ്റ് പ്രോജക്റ്റ് എന്നൊരു പ്രോജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാനിവിടെ ജസ്റ്റ് ഈ പ്രോജക്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാൻ പോവാണ്. ജസ്റ്റ് നമ്മൾ ക്രോം സെലക്ട് ചെയ്യുന്നു, റൺ കൊടുക്കുന്നു. ഇതൊരു സിമ്പിൾ ഡിഫോൾട്ട് ബോയിലർ പ്രോജക്റ്റ് ആണ്. ഇതിനകത്ത് ജസ്റ്റ് ഒരു കൗണ്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇത് ഡയറക്റ്റ് അങ്ങ് ഹോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതിനകത്ത് ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. നമുക്ക് ഇപ്പോൾ ഹോസ്റ്റിംഗ് മാത്രമേ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ നമ്മൾ കൂടുതൽ ചേഞ്ചസ് ഒന്നും ഇപ്പം വരുത്തുന്നില്ല. ജസ്റ്റ് ഈ ടോപ്പ് ബോട്ടത്തിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ കൗണ്ടർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ജസ്റ്റ് സിംഗിൾ പേജ് ആപ്ലിക്കേഷനാണ്. ഇത് ലോക്കൽ ഹോസ്റ്റിലാണ് റൺ ചെയ്യുന്നത്. നമ്മളിത് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ബിൽഡ് ചെയ്യുന്നു. ഫ്ലട്ടർ ബിൽഡ് വെബ്, അത് കമാൻഡാണ് നമ്മൾ സാധാരണയായി ഫ്ലട്ടറിൻ്റെ വെബ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഫയർബേസിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ആ സെയിം സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടതാണ്. ഫയർബേസ് ലോഗിൻ, ഫയർബേസ് ഇനിറ്റ്. സോ ഇവിടെ നമ്മൾ ഫയർബേസ് ലോഗിൻ, സോ ഞാൻ ഓൾറെഡി ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഈ പ്രോജക്റ്റിൻ്റെ അകത്ത് ഫയർബേസ് ഇനീഷ്യലൈസ് ചെയ്യാൻ പോവാണ്. ഫയർബേസിൻ്റെ അകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ തൽക്കാലം ഹോസ്റ്റിംഗ് മാത്രമാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ഇവിടെ അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എൻ്റർ കീ അടിച്ച് കഴിഞ്ഞ് എക്സിസ്റ്റിംഗ് പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക, ടെസ്റ്റ് പ്രോജക്റ്റ് സെലക്ട് ചെയ്യുന്നു. ഫ്ലട്ടറിൻ്റെ പബ്ലിക് ഡയറക്ടറി എന്നത് build/web ആണ്. അതുപോലെ തന്നെ ഇത് യെസ് കൊടുക്കുക. ഇത് പിന്നെ കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യുക. ഇത് നിങ്ങൾ യെസ് കൊടുക്കുക. കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ കൺസോളിൽ പോയിട്ട് ഫയർബേസ് ഡിപ്ലോയ് ആണ്. നമ്മളിത് ജസ്റ്റ് ഫയർബേസ് ഡിപ്ലോയ് എന്ന് അടിക്കുക. ഫയർബേസ് ഡിപ്ലോയ്. സോ ഇത് നിങ്ങൾ ഇപ്പം ബിൽഡ് ചെയ്ത പ്രോജക്റ്റിനെ ഡയറക്റ്റ് ആയിട്ട് ഫയർബേസിൻ്റെ ഹോസ്റ്റിങ്ങിലേക്ക് പുഷ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നടക്കാൻ പോകുന്നത്. ഇത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തന്നെ നമുക്ക് ആ ഹോസ്റ്റ് ചെയ്ത URL തരുന്നതാണ്. സോ ഇതിന് കസ്റ്റം ഡൊമൈനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, പക്ഷേ അതിന് കുറച്ചും കൂടി സ്റ്റെപ്സ് ആവശ്യമുണ്ട്. ഇവരിപ്പോൾ ഈ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന URL ആണ്. ഈ ഹോസ്റ്റിംഗ് URL എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടെർമിനലിൽ കാണാൻ പറ്റുന്നത്. കംപ്ലീറ്റ് ആയിട്ടില്ലാണെങ്കിലും നമ്മൾ കണ്ടിന്യൂ കൺസോൾ അടിക്കുക. സോ ഇപ്പോൾ നിങ്ങളുടെ ഫയർബേസ് ഹോസ്റ്റിംഗ് സെറ്റപ്പ് കംപ്ലീറ്റ് ആയി. സോ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഡൊമൈൻസ്, റൈറ്റ് സൈഡ് കണ്ടോ, ഡൊമൈൻസ് ഇവിടെ കാണാൻ പറ്റും. ഇത് ഡയറക്റ്റ് നിങ്ങൾ കോപ്പി ചെയ്യുക, ബ്രൗസറിൻ്റെ അകത്ത് പോവുക, ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഫയർബേസിൻ്റെ അകത്ത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോജക്റ്റായിട്ട് കാണാൻ പറ്റും. കണക്ഷൻ സെക്യൂർ ആണ്, SSL ആണ്. സോ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു ഡയറക്റ്റ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള എന്ത് ഡൗട്ട് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഡീറ്റെയിൽ ആയി ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു, ബൈ.